എല്ലാവർക്കും നമസ്കാരം. കൃഷ്ണ മൈൻഡ് പാത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു മാനിഫെസ്റ്റേഷൻ മെത്തേഡിനെ പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു മെത്തേഡാണിത്. ഇത് നിങ്ങൾക്കും കൂടെ പരിചയപ്പെടുത്താമെന്ന് ഞാൻ വിചാരിച്ചു. കഴിഞ്ഞ വർഷം 2025 ആദ്യം ജനുവരിയിൽ ഞാനൊരു മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ റിസൾട്ടും കിട്ടി. ആ സമയത്ത് ഞാൻ ആ മാനിഫെസ്റ്റേഷന് വേണ്ടി റെഡിയാക്കിയ ഒരു ചെറിയ പേപ്പർ അത് എൻ്റെ ബുക്കിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ആ ബുക്ക് എടുക്കുമ്പോൾ വീണ്ടും ഞാൻ ആ അന്ന് ചെയ്ത മാനിഫെസ്റ്റേഷൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയ പേപ്പർ കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ് നിങ്ങൾക്കും കൂടെ പരിചയപ്പെടുത്തി തരാമെന്ന്. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സാധാരണയായിട്ട് നമ്മൾ 555 അതുപോലെ 369 തുടങ്ങിയ മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സ് ഉപയോഗിക്കുമ്പോൾ വളരെ ചെറുതായിട്ടുള്ള വേർഡിങ് യൂസ് ചെയ്യണമെന്നാണ് നമ്മൾ പറഞ്ഞു കേൾക്കാറ്. ഏറ്റവും സിമ്പിളായിട്ട് ആ മീനിങ് ഉൾക്കൊള്ളുന്ന വേർഡുകൾ ഉപയോഗിക്കണമെന്ന്. പക്ഷേ ഞാനിന്ന് പരിചയപ്പെടുത്തുന്ന മെത്തേഡ് ഒരു സ്ക്രിപ്റ്റിംഗ് ആണ്. അപ്പം നമ്മൾ യൂണിവേഴ്സിന് ഒരു ലെറ്റർ എഴുതുന്ന പോലെയാണ്. ഞാനിതിനെ വിളിക്കുന്നത് ലെറ്റർ ടു യൂണിവേഴ്സ് എന്നുള്ള രീതിയിലാണ്. ആദ്യം ഞാൻ കഴിഞ്ഞ വർഷം മാനിഫെസ്റ്റേഷൻ ചെയ്ത് റിസൾട്ട് കിട്ടിയിട്ട് ഞാൻ എഴുതി വെച്ചിരുന്ന പേപ്പറിൽ അത് നിങ്ങളെ കാണിക്കാം. ഇതാണത്. അത് ഞാനൊന്ന് വായിച്ചു തരാം. ഡിയർ യൂണിവേഴ്സ്, എൻ്റെ ഹസ്ബൻഡ് UAE ലൈസൻസിൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടി പോകുന്നുണ്ട്. അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് തന്നെ ആദ്യ അറ്റംപ്റ്റിൽ തന്നെ ലൈസൻസ് കിട്ടിയതിന് നന്ദി. ജാനുവരി 2025 തന്നെ അത് കിട്ടി. ഒത്തിരി നന്ദി. ലവ് യു സോ മച്ച് എന്ന് എൻ്റെ പേരും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മെത്തേഡ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാമേ. ഞാൻ ആദ്യമേ തന്നെ കാണിച്ചു തന്നത് ഞാൻ ചെയ്ത കാര്യമാണ്. ഇത് വെരി സിമ്പിളാണ്. നിങ്ങൾ യൂണിവേഴ്സിന് ഒരു പ്രിയപ്പെട്ട സ്ഥാനത്ത് കണ്ട് ഒരു ലെറ്റർ കൊടുക്കുന്ന പോലെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യം എഴുതണം. അതുകൊണ്ടാണ് ഞാൻ ഡിയർ യൂണിവേഴ്സ് എന്നൊക്കെ അഡ്രസ്സ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ എഴുതിയതിന് ശേഷം നമ്മൾ ഈ സ്ക്രിപ്റ്റ് ഒന്ന് വായിച്ച് വിഷ്വലൈസ് ചെയ്യുക. ആ കിട്ടിയ കാര്യത്തിന് നന്ദി പറയുക. ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട്. അത് ഒന്ന് ഉറക്ക മനസ്സിൽ വായിച്ചതിന് ശേഷം നമ്മളത് വിഷ്വലൈസ് ചെയ്യുക. ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തതിന് ശേഷം ഈ പേപ്പർ വളരെ ഭദ്രമായിട്ട് എവിടെയെങ്കിലും സൂക്ഷിച്ചു വയ്ക്കാം. ഞാൻ അങ്ങനെ വെച്ചിരുന്ന ബുക്കാണിത്. ഇത് ഞാൻ എൻ്റെ മാനിഫെസ്റ്റേഷനൊക്കെ എഴുതുന്നത് ബുക്കിൽ തന്നെയായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ കുറേ നാളത്തിന് ശേഷം ഞാൻ ആ ബുക്ക് എടുത്തപ്പോൾ ഇത് കണ്ടു. അപ്പോൾ ഞാൻ നിങ്ങളിത് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. വളരെ സിമ്പിളാണ്, പക്ഷെ വളരെ പവർഫുള്ളായൊരു മെത്തേഡാണ്. നിങ്ങൾക്കും പരീക്ഷിക്കാം. ഒറ്റ തവണ എഴുതിയാൽ മതി. എഴുതുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഉറക്ക മനസ്സിൽ വായിച്ചതിന് ശേഷം വിഷ്വലൈസ് ചെയ്യുക. അതിനുശേഷം എവിടെയെങ്കിലും ഭദ്രമായി സൂക്ഷിക്കാം. ഞാനിത് ചെയ്തപ്പോൾ 3 ദിവസം ഉറങ്ങുന്നതിന് മുമ്പ് 3 ദിവസം ഈ പേപ്പർ എടുത്തു വെച്ച് അത് വീണ്ടും വിഷ്വലൈസ് ചെയ്ത് അതിനുശേഷമാണ് ഒരു ബുക്കിലേക്ക് മാറ്റി വെച്ചത്. നിങ്ങളും ഈ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് പരീക്ഷിക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ മാനിഫെസ്റ്റേഷൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. വിശ്വസിക്കുക, അതുപോലെ യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. ഈ 2 കാര്യങ്ങളും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മാനിഫെസ്റ്റേഷൻ റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്കും നല്ല റിസൾട്ട് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ഉറപ്പായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക.